നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ASI അധിക്ഷേപിച്ച സംഭവത്തിൽ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് സുദേവൻ. മകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത് കടുത്ത മനോവിഷമമുണ്ടാക്കി. സുദേവൻ മോശമായി പെരുമാറിയതിനാലാണ് ASI ദേഷ്യപ്പെട്ടതെന്ന് പോലീസിന്റെ വിശദീകരണം. സംഭവത്തിൽ DIG ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട് കണ്ടെയ്നർ ലോറി കടത്തിണയിലേക്ക് പാഞ്ഞുകയറി. ഒരു മരണം. മരിച്ചത് പത്രവിതരണക്കാരനായ തൊടിയൂർ സ്വദേശി യൂസഫ് കുഞ്ഞ്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിൽ 7ാം വാർഡിൽ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി ആദിവാസി യുവാവ്. സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ പലതും ഊരിലെത്തിയില്ല. കൂട്ടത്തിൽ നിന്നും ഒരാൾ മെമ്പറായാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ആദിവാസി വിഭാഗം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഡിസംബർ 1 മുതൽ വെർച്വൽ ക്യൂ വഴി ദിവസവും 4000 പേർക്ക് ദർശനം നടത്താൻ അനുവാദം നൽകി ദേവസ്വം ഭരണസമിതി. 4 അമ്പലത്തിലേക്കും പ്രവേശനം അനുവദിക്കും. ദിവസവും 100 വിവാഹങ്ങൾ നടത്തും. മൂവാറ്റുപുഴ നഗരസഭയുടെ 14ാം വാർഡിൽ UDF-ന് 2 സ്ഥാനാർത്ഥികൾ. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിലെ വത്സല പൗലോസും കോൺഗ്രസിന്റെ ജോയ് മേരി ആന്റണിയും നേർക്കുനേർ. ASI അധിക്ഷേപിച്ച സംഭവത്തിൽ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് സുദേവൻ. മകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത് കടുത്ത മനോവിഷമം ഉണ്ടാക്കിയതായി സുദേവൻ പറഞ്ഞു. അതേസമയം സുദേവൻ മോശമായി പെരുമാറിയതിനാലാണ് ASI ദേഷ്യപ്പെട്ടതെന്നാണ് പോലീസിന്റെ വിശദീകരണം. സംഭവത്തിൽ DIG ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അപ്പോൾ അതാണ് പോലീസ് സ്റ്റേഷനിലെ മര്യാദ. കഴിഞ്ഞ ദിവസമാണ് നെയ്യാർ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ സംസ്ഥാനത്തെ പോലീസ് സേനയെ ആകത്തന്നെ നാണം കെടുത്തിയ സംഭവമുണ്ടായത്. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച നൽകിയ പരാതിയിൽ തുടർ നടപടി ആവശ്യപ്പെട്ടായിരുന്നു കള്ളിക്കാട് സ്വദേശിയും 2 പെൺകുട്ടികളുടെ പിതാവുമായ സുദേവൻ സ്റ്റേഷനിലെത്തിയത്. എന്നാൽ പരാതി നേരത്തെ തന്നെ പരിഹരിച്ചിരുന്നെന്നും സുദേവൻ മോശമായി സംസാരിച്ചതിനാലാണ് ASI ഇത്തരത്തിൽ പെരുമാറിയതെന്നുമാണ് CIയുടെ വിശദീകരണം. ഇക്കാര്യം മുഖവിലയ്ക്കെടുത്താൽ പോലും മകളുടെ മുന്നിൽ വെച്ച് ഒരച്ഛനോട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലാണ് ASI പെരുമാറിയതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. സംഭവം തന്നെ മാനസികമായി തളർത്തിയെന്ന് സുദേവൻ പറയുന്നു. ഇക്കാര്യത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനുള്ള നീക്കത്തിലാണ് സുദേവൻ. താൻ പോലീസിനോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും സുദേവൻ വ്യക്തമാക്കി. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചെന്ന് മോശമായി എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? അതിനുള്ള പിടിപാടോ അങ്ങനെയുള്ള ആളുമല്ല ഞാൻ. ഞാനൊരു സാധാരണ പാവപ്പെട്ടവനാണ്. എന്റെ പേരിൽ ഒരു കേസിന് ചെന്ന് ഞാൻ സംസാരിച്ചു. ചോദിച്ചതിന് എന്റെ നടപടി അവര് എടുത്തില്ല. അങ്ങനെ ഉടനെ എന്താ സാറേ അത് എടുത്തില്ലല്ലോ, നിങ്ങൾ അന്വേഷിച്ച് വന്നില്ല എന്ന് ചോദിക്കാനാണ് പുള്ളി രോഷാകുലനായിട്ട് എന്റെ കേസെടുക്കാൻ പറ്റില്ലെന്ന് ഇറങ്ങിയപ്പോൾ നീ മദ്യവെച്ചിട്ടാണ് നിൽക്കുന്നത്, വെള്ളം ചുറ്റിക്കില്ല എന്ന് പറഞ്ഞ് അടിച്ച് തന്നെ എന്റെ പിള്ളേരുടെ മുമ്പ് വെച്ച് മദ്യവെച്ചിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് എന്നെ അവിടെ ഇറക്കി വെച്ചു. അത് ഞാൻ പരാതി കൊടുക്കുകയാണ്. ഇപ്പൊ നാളെ ഒന്ന് എനിക്ക് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം ഞാൻ അങ്ങനെ കിടക്കുകയാണ് ഞാൻ. സംഭവം വിവാദമായതിനെ തുടർന്ന് നേരിട്ടിടപെട്ട പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ASI ഗോപകുമാറിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. വിഷയത്തിൽ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ റേഞ്ച് DIG സഞ്ജയ് കുമാറിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കാകെ അപമാനമുണ്ടാക്കിയ സംഭവമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് DGPയുടെ നടപടി. DIG റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി വഴിയരികിലെ കടത്തിനയിലേക്ക് പാഞ്ഞുകയറി ഒരാൾ മരിച്ചു. ലോറിയുടെ ഡ്രൈവർക്ക് പരിക്കേറ്റു. തൊടിയൂർ സ്വദേശി യൂസഫ് കുഞ്ഞെന്ന അർബുദക്കാരനാണ് മരിച്ചത്. പത്രവിതരണക്കാരനായ യൂസഫ് കുഞ്ഞ് 2 മണിക്കൂറോളം ലോറിക്കടിയിൽ കുടുങ്ങിക്കിടന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഗുരുതര പരിക്കുകളോടെ യൂസഫ് കുഞ്ഞിനെ പുറത്തെടുക്കാനായത്. എറണാകുളം ഭാഗത്തുനിന്നും വരികയായിരുന്ന ലോറി റോഡിലെ മീഡിയനും തകർത്താണ് എതിർവശത്തെ കടത്തിനയിലേക്ക് പാഞ്ഞുകയറിയത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിൽ 7ാം വാർഡിൽ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി ആദിവാസി യുവാവ് രംഗത്ത്. സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ പലതും ഊരിലെത്താതെ പാതി വഴിയിൽ തടസ്സപ്പെടുന്നതിനെതിരെ പ്രതിഷേധ സൂചകമായാണ് ആദിവാസി സംരക്ഷണ സമിതി ഭാരവാഹിയായ K. രാജേഷിന്റെ സ്ഥാനാർത്ഥിത്വം. അതേസമയം തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ മെമ്പറായാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ആദിവാസി കുടുംബങ്ങൾ. എങ്ങനെയുണ്ടായാലും നമുക്കൊരു വീട് വേണമല്ലോ, ഇല്ലേ? ഗവൺമെന്റ് കൊടുത്തതല്ലേ അത് കൊടുത്താല് ഇവർ വന്ന് ഞങ്ങൾക്ക് സെഞ്ചു കൊടുക്കണല്ലേ അവര്. അത് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയത്. ഞങ്ങളിപ്പോ കുറെ കാലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ആള് പറഞ്ഞ ഒരാൾ നിന്നാ ഞങ്ങൾ ഇനി മുന്നേറ്റത്ത് വരാല, നമ്മളുടെ മക്കള് നന്നാകല്ല. കാലങ്ങളായുള്ള വിദ്വേഷത്താൽ അണപൊട്ടി പുറത്തുവരുന്ന ഈ വാക്കുകളാണ്
രാജേഷിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന് പിന്നിൽ. 1346 വോട്ടർമാരുള്ള പുതുശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡിൽ പകുതിയിലധികം വോട്ടുകളും പട്ടികവർഗ വിഭാഗത്തിന്റേതാണ്. എന്നാൽ നാളിതുവരെയും ഊരുകളിൽ പാർപ്പിടം, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല. സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ പലതും ഊരുകളിലേക്ക് എത്താത്തതിനെതിരെ പ്രതിഷേധ സൂചകമായി കൂടിയാണ് പാലക്കാട് ആദിവാസി സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയായ രാജേഷിന്റെ ജനറൽ വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം. നമ്മുടെ ആദിവാസി വിഭാഗത്തിന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ വിഭാഗത്തിന് ശരിയായ രീതിയിൽ എത്തിപ്പെടുന്നില്ല. അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ്. പിന്നെ ഭൂമിയും സ്ഥലവും ചില ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഫണ്ടുകളൊന്നും ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മുടെ പ്രതിനിധി അതിലുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒറ്റ ചിന്തയോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. മലമ്പുഴ ഡാമിനോട് ചേർന്ന ഊരിൻ നിവാസികളുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ്. അതിനാൽ തന്നെ കപ്പലാണ് രാജേഷ് ചിഹ്നമായി സ്വീകരിച്ചിരിക്കുന്നത്. മലസർ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഈ 32കാരൻ പറക്കളം കോളനിയിലെ ഊരുമൂപ്പൻ കൂടിയാണ്. ആ ജനസമിതിയും മുന്നണി സ്ഥാനാർത്ഥികളോട് പോരാടാൻ തന്നെ തുണയ്ക്കുമെന്നാണ് രാജേഷിന്റെ പ്രതീക്ഷ. അക്ഷയ ദാമോദരൻ, റിപ്പോർട്ടർ, പാലക്കാട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഡിസംബർ 1 മുതൽ വെർച്വൽ ക്യൂ സംവിധാനം വഴി ദിവസവും 4000 പേർക്ക് ദർശനം നടത്താൻ അനുവാദം നൽകി ദേവസ്വം സമിതി. നാലമ്പലത്തിലേക്കും പ്രവേശനം അനുവദിക്കും. ദിവസവും 100 വിവാഹങ്ങൾ നടത്താൻ അനുമതിയും നൽകിയിട്ടുണ്ട്. നിലവിൽ 1500 പേർക്കാണ് ഓൺലൈൻ ബുക്കിംഗ് വഴി ദർശനം അനുവദിച്ചിരിക്കുന്നത്. നാലമ്പലത്തിലേക്ക് ഭക്തരെ കടത്തിവിട്ടിരുന്നില്ല. വിവാഹങ്ങൾ 60 വരെയാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ ഇത് 100 ആക്കി ഉയർത്തി. എന്നാൽ മറ്റ് നിബന്ധനകൾക്ക് മാറ്റമില്ല. തികച്ചും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമായിരിക്കും ക്ഷേത്രപ്രവേശനമെന്നും ദേവസ്വം അറിയിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ 14ാം വാർഡിൽ UDFന് 2 സ്ഥാനാർത്ഥികളാണുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ വത്സല പൗലോസും കോൺഗ്രസിന്റെ ജോയ് മേരി ആന്റണിയുമാണ് ഇവിടെ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ 14ാം വാർഡിലാണ് UDF സ്ഥാനാർത്ഥികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ജോയ്സ് മേരി ആന്റണിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. വിവിധ സംഘടനകളിൽ ദേശീയ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള ജോയ്സ് മേരി ആന്റണി വടക്കേ ഇന്ത്യയിലെ ആദിവാസികളുടെ ഇടയിൽ യുവജനക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. 2008 KCBC ബെസ്റ്റ് യൂത്ത് അവാർഡ് ജേതാവും യുവജന നേതാവുമായിരുന്നു. മികച്ച പ്രാസംഗികയും മോട്ടിവേഷണൽ ട്രെയിനറുമാണ് ജോയ്സ് മേരി ആന്റണി. വിദ്യാഭ്യാസമുള്ള സ്ഥാനാർത്ഥികൾ കടന്നു വരണമെങ്കിൽ മാത്രമേ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഉന്നമനം ആ ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എത്തുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അതെനിക്ക് ചെയ്യാൻ കഴിയും എന്ന് എൻ്റെ പ്രവർത്തനത്തിലുള്ള അനുഭവ പരിചയത്തിലൂടെ എനിക്ക് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വിജയം എൻ്റേതാണെന്ന് കരുതുന്നു. 20 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവ പ്രവർത്തകയും 2011 മുതൽ മൂവാറ്റുപുഴ നഗരസഭയുടെ CDS ചെയർപേഴ്സണായി 4 വർഷം തുടർച്ചയായി സേവനമനുഷ്ഠിക്കുകയും 10 വർഷം വനിതാ സഹകരണ സംഘത്തിന്റെ ബോർഡ് മെമ്പറായും പ്രവർത്തിച്ചയാളാണ് വത്സ പൗലോസ്. വത്സ പൗലോസ് CPM-ൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് ജോസഫ് വിഭാഗത്തിൽ ചേരുകയും പാർട്ടി വത്സ പൗലോസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി ഒരാളോ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞാണ് ഞാൻ ഈ മത്സര രംഗത്ത് വന്നത്. അതുകൊണ്ട് മറ്റേ സ്ഥാനാർത്ഥിയുടെ കാര്യം ഇവിടെ ആരും പ്രഖ്യാപിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് അതിലുള്ള അറിവുമില്ല. എന്നാൽ പാർട്ടി മാറി ജോസഫ് വിഭാഗത്തിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായതിനെ കോൺഗ്രസ് എതിർത്തു. പാർട്ടി നേതൃത്വവുമായി വേണ്ട രീതിയിൽ ചർച്ച നടത്തിയില്ലെന്നും വിജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിയാണ് വത്സ പൗലോസ് എന്നുമാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പറയുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വർഷങ്ങളായി മത്സരിക്കുന്ന സീറ്റ് കൂടിയാണ് 14ാം വാർഡ്. നേതാക്കൾ ഒത്തുതീർപ്പിൽ പ്രശ്നം പരിഹരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തീരുമാനിച്ചെങ്കിലും സ്ഥാനാർത്ഥികൾ 2 പേരും പിൻവാങ്ങാൻ തയ്യാറായില്ല. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയം കഴിയുമ്പോഴും 2 പേരും മത്സരിക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെയാണ് വാർഡിൽ സൗഹൃദ മത്സരത്തിന് കളമൊരുങ്ങിയത്. പ്രീത അജിയാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. LDFനെ പിന്തുണയ്ക്കുന്ന വാർഡിൽ ഇത്തവണ UDFിൽ നിന്നുള്ള വോട്ടുകൾ 2 ആകും എന്നതിനാൽ വിജയ ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രീത അജി. കഴിഞ്ഞ തവണ LDFനും UDFനും NDAയ്ക്കും പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരരംഗത്ത് ഉണ്ടായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥി 7 വോട്ടിനാണ് വിജയിച്ചത്. കഴിഞ്ഞ 20 വർഷമായിട്ട് LDFനെ പിന്തുണയ്ക്കുന്ന വാർഡാണ് ഈ 14ാം വാർഡ്. അതുകൊണ്ട് തന്നെ UDFിലെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വിജയം ഉറപ്പാക്കാൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഗോകുൽ കൃഷ്ണനൊപ്പം റിപ്പോർട്ടർ മൂവാറ്റുപുഴ. 40 വർഷമായി തെരഞ്ഞെടുപ്പ് പ്രചരണ വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയും കടക്കാരനുമുണ്ട് മലപ്പുറത്ത്. മലപ്പുറം കുന്നുമ്മലിലെ ലവ്ലി ഫാൻസിയിൽ നിന്നും ഇതിനോടകം 100 കണക്കിന് സ്ഥാനാർത്ഥികൾ കൊടിയും തോരണങ്ങളും വാങ്ങിപ്പോയെന്ന് ലവ്ലി ഹംസ ഇപ്പോഴും ഓർക്കുന്നു. ഓൺലൈൻ പ്രചരണം വ്യാപകമായ ഈ കാലത്തും തന്റെ വിൽപ്പന കൂടിയിട്ടേ ഉള്ളൂവെന്നാണ് ലവ്ലി ഹംസ പറയുന്നത്.
തെരഞ്ഞെടുപ്പ് പ്രചരണ വസ്തുക്കൾ വിൽക്കുന്ന മലപ്പുറത്തെ പ്രധാന കടയാണിത്. ലൗലി ഫാൻസി സെന്റർ. ലൗലി ഹംസ ഹാജി എന്നറിയപ്പെടുന്ന ഹംസയാണ് കടയുടെ ഉടമസ്ഥൻ. 4 പതിറ്റാണ്ടായി ഓരോ തെരഞ്ഞെടുപ്പിലും ചിഹ്നങ്ങൾ പതിപ്പിച്ച പോസ്റ്ററുകളും തോരണങ്ങളും പതാകകളും ഒക്കെ വാങ്ങാൻ സ്ഥാനാർത്ഥികളും അനുയായികളും സ്ഥിരമായി ഇവിടെ വരുന്നു. മലപ്പുറത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് കടകളുണ്ടെങ്കിലും ആദ്യ ഫാൻസി കട തന്റേതാണെന്നാണ് കടയുടമ ലൗലി ഹംസ പറയുന്നത്. മലപ്പുറത്ത് ആദ്യമായിട്ട് തോരണങ്ങൾ വിൽക്കുന്നതും അതുപോലെ തന്നെ പതാകകൾ വിൽക്കുന്നതും ഫാൻസി സ്റ്റോറായിട്ട് ആദ്യമായിട്ട് മലപ്പുറത്ത് വന്നത് എൻ്റെ കട. അതിനുശേഷമാണ് മറ്റുള്ള ഫാൻസി സ്റ്റോറുകളൊക്കെ വന്നത്. നാൽപ്പത്തിമൂന്ന് വർഷമായി കട തുടങ്ങിയിട്ട്. 40 വർഷമായി തെരഞ്ഞെടുപ്പിൻ്റെ സാമഗ്രികൾ വിൽക്കൽ തുടങ്ങിയിട്ട്. അത് പൊടി, തോരണം, ബാഡ്ജ്, അതിന് വേണ്ട എല്ലാ സാധനവും. അതുപോലെ തന്നെ വേൾഡ് കപ്പിൻ്റെ പൊടികളൊക്കെ ഞാൻ വിൽക്കുന്നുണ്ട്. അത് വേൾഡ് കപ്പ് വരുന്ന സമയത്ത് ഓരോ ടീമിൻ്റെ പതാകകളൊക്കെ ആദ്യമായിട്ട് ഞാനാണ് വിൽപ്പന നടത്തിയത്. പോസ്റ്ററുകളും തോരണങ്ങളും ഒക്കെ കുറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഓൺലൈനിലേക്ക് മാറിയ ഈ കാലത്തും തന്റെ കച്ചവടത്തിന് ഒട്ടും കുറവില്ലെന്ന് ഹംസ പറയുന്നു. മുൻപത്തെക്കാളേറെ കച്ചവടം വർദ്ധിച്ചുവത്രേ. കാരണം ഇതാണ്. ഓൺലൈൻ വന്നതിന് ശേഷം കൂടുതൽ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. കാരണം വാട്സപ്പിലും മറ്റുള്ളൊക്കെ എൻ്റെ ചിത്രങ്ങളും എല്ലാം ചെന്നതിന് ശേഷം പല ആളുകളും അന്വേഷിച്ച് പല സ്ഥലത്തു നിന്നും ഈ കൊടികൾക്കും തോരണങ്ങൾക്കും വേണ്ടി എൻ്റെ കടയിൽ വരാറുണ്ട്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടേത്, CPM-ന്റേത്, ലീഗിന്റേത്, കോൺഗ്രസിന്റേത്, അങ്ങനെ എല്ലാ പാർട്ടികളുടെയും പ്രചരണ വസ്തുക്കളുമായി പാർട്ടിക്കാരെ കാത്തിരിക്കുന്ന ഹംസയോട് നിങ്ങളുടെ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാലോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിക്കാൾ വന്നു വെച്ചാൽ എന്നോട് അഥവാ നിങ്ങളേതാ പാർട്ടി എന്ന് വെച്ചാൽ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് പറയും. ലീഗിൻ്റെ ആൾ വന്ന് ചോദിച്ചാൽ നിങ്ങളേതാന്ന് വെച്ചാൽ ഞാൻ ലീഗാന്ന് പറയും. കോൺഗ്രസിൻ്റെ ആൾ വന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ്. അപ്പൊക്കെ അനുസരിച്ച് അതിനൊക്കെ അത് എൻ്റെ കച്ചവടത്തിൻ്റെ ട്രിക്കാണ്. അത് മറ്റേതാകുമ്പോൾ ചിലപ്പോൾ ഇയാൾക്ക് വാങ്ങാൻ കുറച്ച് മടിയുണ്ടാവും. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് പോകും. ഇതാണ് എൻ്റെ അവസ്ഥ. അത് ഫുട്ബോൾ പതാകകളാണെങ്കിലും അതേമാതിരി തന്നെ. അത് ടീമിൻ്റെ ആരാ വാങ്ങാൻ വരുന്ന ആ ടീമിൻ്റെ ആളായിരിക്കും ഞാൻ. കച്ചവടത്തിന്റെ തന്ത്രങ്ങളും സൂത്രങ്ങളുമായി 81-ാം വയസ്സിലും സജീവമായ ലൗലി ഹംസ എന്ന് പേരുള്ളവരുടെ കൂട്ടായ്മയുടെ നേതാവുമാണ്. തോരണങ്ങളും പതാകകളും ഒക്കെയായി ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ കൊഴുപ്പിച്ച ഹംസ തന്റെ കച്ചവട തിരക്കിലേക്ക് വീണ്ടും കയറിപ്പോകുന്നു. ക്യാമറമാൻ ഇർഷാദ് ഫാരിസിനോടൊപ്പം ആദിൽ പാലോട്, റിപ്പോർട്ടർ, മലപ്പുറം. ആലപ്പുഴ തുമ്പോളിയിൽ ഒരു വീട്ടുമുറ്റത്താണ് 2 മുന്നണികൾ തമ്മിലുള്ള മത്സരം. തുമ്പോളി തീരവാർഡിലാണ് ഈ വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. തുമ്പോളി 17-ാം വാർഡിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്നത് ഈ മതിൽക്കെട്ടിനുള്ളിലാണ്. എന്നാൽ ഇവിടെ UDF ജയിച്ചാലും LDF ജയിച്ചാലും നാട്ടുകാർക്ക് ഓടിയെത്തേണ്ടത് ഒരിടത്തേക്കും. കാരണം ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി ഷീബ സാജുവും LDF സ്ഥാനാർത്ഥി KA അശ്വനിയും തമ്മിലുള്ള ബന്ധം ഇതാണ്. ഇത് അനിയൻ്റെ മോള്, എൻ്റെ മോളാ. അനിയൻ്റെ മോളെന്ന് പറയുമ്പോൾ എൻ്റെ മോളാ. തുടർച്ചയായി 2ാം തവണയും 17-ാം വാർഡിലെ ജനപ്രതിനിധിയാണ് ഷീബ. ഷീബയിൽ നിന്ന് സീറ്റ് തിരിച്ചു പിടിക്കാനാണ് അശ്വനിയെ CPM രംഗത്തിറക്കിയത്. രാഷ്ട്രീയത്തിൽ ഇടതും വലതുമാണെങ്കിലും വീട്ടിലിവർ വല്യമ്മയും മോളുമാണ്. വല്യമ്മയായിട്ടുള്ള മത്സരമായിട്ട് തന്നെ കാണുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായൊരു പ്രവർത്തന ശൈലി അല്ലെങ്കിൽ പ്രവർത്തന രീതി വിലയിരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിന്ന് വന്നത്. പിന്നെ ഒരിക്കലും വല്യമ്മയ്ക്കെതിരെയുള്ളൊരു മത്സരമല്ല, 2 ആശയങ്ങളുടെ 2 നയങ്ങളുടെ ഒരു മത്സരമാണ്. അപ്പോൾ അതായിട്ടേ കാണുന്നുള്ളൂ. ഞങ്ങൾ വളരെ ഇലക്ഷൻ കഴിഞ്ഞാലും ഇലക്ഷന് മുമ്പും എൻ്റെ വല്യമ്മ തന്നെയാണിത്, വല്യമ്മയുടെ മോള് തന്നെയാണ് ഞാൻ. അപ്പോൾ ആ രീതിയിലൊരു മാറ്റമില്ല. MSW വിദ്യാർത്ഥിനിയായ അശ്വനിയുടെ പിതൃ സഹോദരന്റെ ഭാര്യയാണ് ഷീബ. റിപ്പോർട്ടർ, ആലപ്പുഴ. ഒന്നാം വിള കഴിഞ്ഞ് 2ാം വിളയ്ക്കായി കർഷകർ ഒരുങ്ങുന്നതിനിടെ വീണ്ടും പാടങ്ങളിൽ അവരെത്തി. കളം നിറഞ്ഞ നെൽപ്പാടങ്ങളെ ഉഴുതുമറിച്ച് അടുത്ത കൃഷിക്കായി സജ്ജമാക്കുകയാണ് താറാക്കൂട്ടങ്ങൾ. പാടമാകെ താറാക്കൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത് തന്നെ സുന്ദരമാണ്. നെൽപ്പണിക്ക് ആളെ കിട്ടാത്ത കാലത്ത് ചെറിയ തോതിൽ തൊഴിലാളികളുടെ റോൾ കൂടി വഹിക്കുന്നുണ്ട് ഇക്കൂട്ടം. അധികം വണ്ടികളില്ലാത്ത റോഡിൽ പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടായതും ബ്ലോക്ക് അങ്ങനെ നീണ്ടുപോയതുമാണ് ഇറങ്ങി നോക്കാൻ തീരുമാനിച്ചത്.
നേരം സന്ധ്യ മയങ്ങി. ഇന്നത്തെ പണി മതിയാക്കി തിരികെ കൂട് പിടിക്കാനുള്ള യാത്രയിലാണ് ഒരു കൂട്ടർ. വണ്ടികളെയോ കാത്തിരിക്കുന്നവരുടെ തിരക്കിനെയോ കൂസാതെ അവരങ്ങനെ പതിവ് തെറ്റിക്കാതെ പതിയെ നീങ്ങുകയാണ്. ഒക്ടോബർ പകുതി തുടങ്ങി നവംബർ അവസാനം വരെ ഇത് പാലക്കാട് നെൽപ്പാടങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. ഒന്നാം വിള കഴിഞ്ഞ വയലുകളെ രണ്ടാം വിളയ്ക്ക് മുൻപ് ഉഴുന്നുമറിക്കുകയാണ്. ഒപ്പം കളകളെല്ലാം കൊത്തി തിന്നും. ഈ സേവനമാകട്ടെ പൂർണ്ണമായും സൗജന്യവും. താറാവ് ഇറക്കിയാലുള്ള ഗുണമുണ്ട് ദോഷമുണ്ട് കർഷകർക്ക്. ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ പാഴ്ചെടികളും വിത്തുകളൊക്കെ ഉണ്ടല്ലോ, വീഴുന്ന വിത്തുകളെല്ലാം തന്നെ ഈ താറാവ് ഭക്ഷിക്കുമ്പോൾ കള കമ്മിയാവും. ദോഷവശം എന്ന് പറയുന്നത് വിരകളും ഞാഞ്ഞൂള് മറ്റേ ഞണ്ടുകളെല്ലാം ഭക്ഷിക്കുന്നതുകൊണ്ട് കണ്ടത്തിലെ ഫലപുഷ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നവരാണ് കൂടുതലും. അമ്മയും അച്ഛനും മക്കളും താറാവുകളുമായി ഈ കാലയളവിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വയലിൽ കുടിൽ കെട്ടി താമസം തുടങ്ങും. പാടം താറാവുകൾക്ക് വിട്ടുകൊടുക്കുന്നതും സൗജന്യമായാണ്. താറാവുകൾ മുട്ടയിടാൻ തുടങ്ങിയാൽ കുറച്ചു മുട്ട നൽകും, അത്രമാത്രം. ഇരു കൂട്ടർക്കും നഷ്ടമില്ലാത്തൊരു സേവനം. കണ്ടു നിൽക്കുന്നവർക്കാകട്ടെ ഒരേ താളത്തിലുള്ള ശബ്ദവും ഒരേ അകലത്തിലെ ചുവടുകളും കണ്ണിന് ഇമ്പം പകരും. ക്യാമറമാൻ വിനുസിക്കൊപ്പം അക്ഷയ ദാമോദരൻ, റിപ്പോർട്ടർ, പാലക്കാട്. വേനലെത്തും മുമ്പേ മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിലെ പാടശേഖരങ്ങൾ വരൾച്ചാ ഭീഷണിയിലാണ്. ഇതിനാൽ തന്നെ നഷ്ടങ്ങൾ സഹിച്ചും കൃഷി ചെയ്യുന്ന കർഷകർ ആശങ്കയിലാണ്. കതിരെടുക്കാൻ നേരത്തെ ജലക്ഷാമം നേരിടുന്നത് മുണ്ടകൻ കൃഷിക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വേനലെത്തും മുൻപേ മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിലെ പാടശേഖരങ്ങൾ ഉണങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ചങ്ങരംകുളം കോക്കൂർ പാടശേഖരത്തിലെ 10 ഏക്കർ വരുന്ന നെൽകൃഷിയും വലിയ വരൾച്ച ഭീഷണിയാണ് നേരിടുന്നത്. കതിരെടുക്കാൻ നേരത്ത് ജലക്ഷാമം നേരിടുന്നത് മുണ്ടകൻ കൃഷിക്കാണ് ഭീഷണിയാകുന്നത്. വെള്ളം എത്തിക്കാനുള്ള സൗകര്യം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് സർക്കാർ ലഭ്യമാക്കുന്ന പദ്ധതികളോട് സ്ഥലം ഉടമകളും സഹകരിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. റിപ്പോർട്ടർ, പൊന്നാനി. തെരഞ്ഞെടുപ്പ് രംഗത്ത് തൃശൂർ എരുമപ്പെട്ടിയിൽ എല്ലാ കാലത്തും ഉയർന്നു കേൾക്കുന്ന 2 പേരുകളാണ് MK ജോസും KM അഷ്റഫും. പോരാട്ടങ്ങൾക്ക് ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികളുടെ തലപ്പത്തിരുന്ന് തന്ത്രം മെനയുന്ന 2 പേരും ഇത്തവണ സ്ഥാനാർത്ഥികളാണ്. MK ജോസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും KM അഷ്റഫ് CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവുമാണ്. 2 പേരും കാലങ്ങളായി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണെങ്കിലും മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. KSUയിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെത്തിയ MK ജോസ് 15 വയസ്സ് മുതൽ സജീവ പ്രവർത്തകനാണ്. അരങ്ങുകെട്ടിയും പോസ്റ്റർ ഒട്ടിച്ചും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന ജോസ് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹിത്വങ്ങൾ വഹിച്ചിട്ടുണ്ട്. 6 വർഷമായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു വരുന്നു. കഴിഞ്ഞ 2 തവണയും പഞ്ചായത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ മിടുക്കുള്ള ജോസിന് സ്ഥാനാർത്ഥിത്വം പലതവണ തേടിയെത്തിയെങ്കിലും സ്വീകരിച്ചിരുന്നില്ല. തന്റെ 55ാമത്തെ വയസ്സിലാണ് ജോസ് കന്യംഗം കുറിക്കുന്നത്. ഇപ്രാവശ്യം നമ്മളെ പാർട്ടി നിർബന്ധിച്ചിട്ട് നമ്മൾ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇലക്ഷൻ പ്രവർത്തനം നമ്മൾ ഒരുപാടായിട്ട് നേതൃത്വം നൽകി നമുക്കതിൻ്റെ പരിചയങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിന് ഭയപ്പാടും അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. എരുമപ്പെട്ടിയിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ് KM അഷ്റഫ്. DYFI പ്രവർത്തനത്തിലൂടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്നത്. 1986-ൽ CPM പാർട്ടി മെമ്പറായി. അന്ന് 20 വയസ്സായിരുന്നു പ്രായം. പിന്നീട് ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി. ഇപ്പോൾ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ്. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായ അഷ്റഫ് എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷീര വ്യവസായ സംഘം പ്രസിഡന്റായും സേവനം ചെയ്തിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രവർത്തകനും എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസന സമിതി ചെയർമാനും സർക്കാർ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗവുമാണ്. കഴിഞ്ഞ 30 വർഷമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന അഷ്റഫ് തന്റെ 54ാമത്തെ വയസ്സിലാണ് കന്യംഗം കുറിക്കുന്നത്. 35 വർഷക്കാലത്തെ രാഷ്ട്രീയ പൊതുജീവിതത്തിനിടയ്ക്ക് ആദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നത്.
നിരവധി തെരഞ്ഞെടുപ്പുകളിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാലങ്ങളായി തെരഞ്ഞെടുപ്പുകളുടെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്ന രണ്ടുപേരും ഇത്തവണ നേരിട്ട് അങ്കത്തട്ടിലിറങ്ങുന്നത് കൗതുകത്തോടെയാണ് നാട്ടുകാർ വീക്ഷിക്കുന്നത്. റഷീദ് എരുമപ്പെട്ടിയോടൊപ്പം റിപ്പോർട്ടർ കുന്നംകുളം. വെള്ളിമുഖ സിനിമയ്ക്ക് വേണ്ടി CP മാമച്ചന്റെ ഇലക്ഷൻ പോസ്റ്ററുകൾ തയ്യാറാക്കിയ തൊടുപുഴയിലുള്ള പ്രിന്റിംഗ് പ്രസിൽ ഇത്തവണയും താരം CP മാമച്ചൻ തന്നെ. ചിഹ്നവും കളറുമൊക്കെ വേറെയാണെങ്കിലും ഇവിടുത്തെ ഡമ്മികളിലൊക്കെ മാമച്ചൻ തന്നെയാണ് താരം. CP മാമച്ചൻ വെള്ളിമൂങ്ങയായി പറന്നിറങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും പോസ്റ്റർ ഡമ്മികളിലെ താരം ഗദറിട്ട് വെളുക്കെ ചിരിച്ചു നിൽക്കുന്ന ഈ സിനിമാ കഥാപാത്രം തന്നെയാണ്. തൊടുപുഴയിലുള്ള ജെമിനി ഫ്ലക്സ് പോസ്റ്റർ പ്രിന്റിംഗ് കേന്ദ്രത്തിലാണ് മാമച്ചന്റെ ചിത്രം നിറഞ്ഞു നിൽക്കുന്നത്. മാമച്ചൻ കൈകൂപ്പി നിൽക്കുന്നതും കൈവീശുന്നതുമൊക്കെയായി ആകെ കളറാക്കിയിരിക്കുകയാണ് പ്രിന്റിംഗ് കേന്ദ്രം. ആദ്യമായി ഇവിടെ ഇലക്ഷൻ പോസ്റ്റർ പ്രിന്റ് ചെയ്തത് ഈ ചിത്രത്തിന് വേണ്ടിയാണ്. ഇതിനുശേഷം വന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഇവിടുത്തെ താരം CP മാമച്ചൻ എന്ന ബിജു മേനോനാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങൾ മാമച്ചനെ ബ്രാൻഡ് ചെയ്ത് ഞങ്ങൾ ഇലക്ഷൻ വർക്കുകൾ ചെയ്തിരുന്നു. ഈ ഇലക്ഷനിൽ ഞങ്ങൾ മാമച്ചനെ തന്നെ ബ്രാൻഡ് ചെയ്തു. ആൾക്കാർക്കെല്ലാം ഇത് വളരെ ഒരു താല്പര്യവും ഒരു ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങളിത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. മാമച്ചൻ ഞങ്ങളുടെ ഒരു ഭാഗ്യ താരമായിട്ട് തന്നെ ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ഇത്തവണ ഇവിടെ കട്ടൗട്ടുകളുടെ ഡെമ്മിയും തയ്യാറാക്കിയിട്ടുണ്ട്. ജിബു ജേക്കബിന്റെ സംവിധാനത്തിൽ റിലീസായ രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ സിനിമയായ വെള്ളിമൂങ്ങയിൽ ബിജു മേനോൻ അവതരിപ്പിച്ച CP മാമച്ചൻ എന്ന രാഷ്ട്രീയക്കാരന്റെ വേഷം വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ സിനിമയിലെത്തി തരംഗമുണ്ടാക്കിയെങ്കിലും ഡെമ്മികളുടെ കാര്യത്തിൽ ഇപ്പോഴും മാമച്ചന്റെ ഡിമാൻഡ് ഇടിഞ്ഞിട്ടില്ല. ഷിജു ഏഴലൂരിനൊപ്പം റിപ്പോർട്ടർ തൊടുപുഴ. കോവിഡിന് മുന്നിൽ തളരാതെ തെരഞ്ഞെടുപ്പ് ആവേശം. ഗ്രാമവീഥികളിൽ കവാടങ്ങളടക്കം ഒരുക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഗ്രാമീണ മേഖലകളിലെ പ്രചരണ രംഗത്ത് കടുത്ത മത്സരമാണുള്ളത്. ആ കാഴ്ചകളിലേക്ക്. കോവിഡ് തീർത്ത പ്രതിസന്ധിയും തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ മാറ്റുകൂട്ടുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശം ചൂടുപിടിക്കുകയാണ്. സോഷ്യൽ മീഡിയയാണ് ഇത്തവണ പ്രചരണ രംഗത്ത് പ്രധാന ആയുധമെങ്കിലും ഗ്രാമങ്ങളും തെരുവോരങ്ങളും കളറാക്കുകയാണ് യുവതലമുറ. മലബാറിൽ ഫുട്ബോൾ മേളയുടെ ആവേശം തന്നെയാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. സൗഹൃദം നിറഞ്ഞ എന്നാൽ വീറും വാശിയും ഏറിയ മത്സരം തന്നെയാണ് ഗ്രാമങ്ങളിലെ തെരഞ്ഞെടുപ്പ്. ചിലയിടങ്ങളിൽ ഇരുമുന്നണികളും നേർക്കുനേർ കൊമ്പ് കോർക്കുമ്പോൾ ചിലയിടങ്ങളിൽ മത്സരത്തിന് 3-4 ടീമുകൾ ആണെന്ന് മാത്രം. ഫൈനൽ മത്സരത്തിന് മുമ്പുള്ള പ്രചരണ രംഗത്തും ഇത്തവണ കടുത്ത മത്സരമാണ്. ഓരോ മുന്നണിയും പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെ മറികടന്ന് ഒരു പിടി മുന്നിലെത്താനുള്ള ശ്രമത്തിലാണ് ഓരോ പ്രദേശത്തെയും പാർട്ടി പ്രവർത്തകർ. ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികളും പേരും പെരുമയും മികച്ച ഗായകരിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്റ്റുഡിയോകൾ വരെ സജ്ജമാണ്. അടഞ്ഞുകിടന്ന പ്രിന്റിംഗ് മേഖലയിലും മറ്റു പൊതുമേഖലകളിലും തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. നിയന്ത്രണങ്ങൾ മൂലം തളർന്നു കിടന്ന വാണിജ്യ വ്യവസായ തൊഴിൽ മേഖലയ്ക്കും ആഘോഷങ്ങൾ നിലച്ചതോടെ മുഴുപട്ടിണിയിലായ പ്രാദേശിക കലാകാരന്മാർക്കും കൊറോണ കാലത്തെ തെരഞ്ഞെടുപ്പ് ആവേശം ഊർജം നൽകിയിട്ടുണ്ട്. ദാസ് കോക്കൂരിനൊപ്പം റിപ്പോർട്ടർ പൊന്നാനി. അച്ഛനും അമ്മയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ. അമ്മയുടെ ബന്ധുക്കൾ കോൺഗ്രസ് അനുഭാവികൾ. എന്നാൽ മകൾ അനുപ്രിയ NDA സ്ഥാനാർത്ഥി. മൂന്നാറിലെ ദേവികുളം പഞ്ചായത്തിലെ 14-ാം വാർഡിലേക്ക് മത്സരിക്കുന്ന അനുപ്രിയ നാട്ടിലെ താരമാണ്. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛനാണ് മകൾക്കൊപ്പം പ്രചരണത്തിന് ഇറങ്ങുന്നത്. തോട്ടം മേഖലയിൽ വേരുറപ്പിക്കാൻ NDA ശ്രമം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. ആദ്യകാലങ്ങളിൽ തൊഴിലാളികളെ പലരെയും സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോലും ലഭിച്ചിരുന്നില്ല. എന്നാൽ കാലം മാറിയതോടെ തോട്ടം തൊഴിലാളികളുടെ കോലവും മാറുകയാണ്. മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റുകളിൽ NDAക്ക് ഇത്തവണ സ്ഥാനാർത്ഥിയുണ്ട്. ഇടതുമുന്നണിയിലും കോൺഗ്രസിലും വർഷങ്ങളായി നിൽക്കുന്നവരല്ല, മറിച്ച് അവരുടെ കുടുംബത്തിലെ യുവതലമുറയാണ് സ്ഥാനാർത്ഥികളിൽ ഏറെയും. അത്തരം സ്ഥാനാർത്ഥിയാണ് നെറ്റിക്കുടി ഡിവിഷനിലെ അനുപ്രിയ. തോട്ടം മേഖലയിലെ നെറ്റിക്കുടി ഡൂഡാർവിൽ എസ്റ്റേറ്റിൽ 14-ാം വാർഡിലാണ് യുവതി മത്സരിക്കുന്നത്. 7 വരെ മൂന്നാറിലെ സർക്കാർ സ്കൂളിലും തുടർന്ന് ചെന്നൈയിൽ BSc വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് എസ്റ്റേറ്റിലെത്തിയത്. ഇരുമുന്നണികളുടെയും പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നതോടെ NDA സ്ഥാനാർത്ഥിയായി. മൂന്നാറിൽ നല്ലൊരു ആശുപത്രിയും സ്കൂളും നിർമ്മിക്കണം. അതിന് രാഷ്ട്രീയം തുണയാകുമെന്നാണ് അനുപ്രിയ പറയുന്നത്. എതിർപ്പുകൾക്കിടയിലും മകളുടെ ആഗ്രഹത്തിനായി വോട്ട് ചോദിക്കുകയാണ് അച്ഛനും. எனக்கு சின்ன வயசுலேருந்தே இங்கே ஒரு ஹாஸ்பிட்டல், நல்ல ஹாஸ்பிட்டல் இந்த ஹைரேஞ்ச் ஸ்கூலில் கொண்டு வரணும்னு ஒரு ஆசை. ஆனால் இது வரைக்கும் 2 பார்ட்டி இருந்திருக்கு, காங்கிரஸ் இருக்குது, கம்யூனிஸ்ட் இருந்திருக்கு. ஆனால் இது வரைக்கும் இந்த ஒரு மக்களுக்காக ஏன் அவங்க ஒரு ஹாஸ்பிட்டல் கொண்டு வரல? ചെറുപ്പം തൊട്ട് കൊച്ചിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്തെങ്കിലും നല്ലത് ഈ സമൂഹത്തിനോട് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് അവളും കൂടെ നിലപാടെടുത്തു.
അച്ഛനും CIT കാരനാണ്. എന്നാൽ പോലും ഒരു മോൾക്ക് നിലപാടെടുക്കാൻ അവളുടെ ഒരു ഇതുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. വിദ്യാഭ്യാസം ഏറെയുണ്ടെങ്കിലും തൊഴിലാളികൾക്കിടയിൽ സ്വാധീനം ലഭിക്കാൻ കാലതാമസം നേരിടുമെന്ന് യുവതിക്കറിയാം. കുഞ്ഞുനാളിൽ പാർട്ടി പ്രവർത്തനം ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പഠനം പൂർത്തിയാക്കി. ആ വഴി തന്നെ തിരഞ്ഞെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അനുപ്രിയ പറയുന്നു. ഇടതുമുന്നണിയുടെ കോട്ടയായ നെറ്റിക്കുടി ഇത്തവണ NDAക്കൊപ്പം നിൽക്കുമെന്നാണ് കരുതുന്നത്. തന്റെ കന്നിവോട്ട് തനിക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. മാതാപിതാക്കളായ മുരുകയ്യ, ലക്ഷ്മി ദമ്പതികൾ മകളുടെ ആഗ്രഹത്തിന് എതിരല്ല. പലവിധ എതിർപ്പുകളുണ്ടെങ്കിലും മകളുടെ ആഗ്രഹം നടക്കട്ടെയെന്ന് അവർ പറയുന്നു. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ പ്രാധാന്യം നൽകുന്നതാണ് അനുപ്രിയയുടെ കുടുംബം. രാഷ്ട്രീയ വിവേചനങ്ങൾക്ക് മുമ്പിൽ കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് തെളിയിച്ചവർ. ജനസംഘം റിപ്പോർട്ടർ, മൂന്നാർ. ലോകമെമ്പാടുമുള്ള കായിക പ്രേമികളെ കണ്ണീരിലാഴ്ത്തി മറഡോണ എന്ന ഫുട്ബോൾ ഇതിഹാസം വിടവാങ്ങുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സമ്മാനിച്ച ഫുട്ബോളും ബൂട്ട്സുമൊക്കെ ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയാണ് ഒരു ആരാധകർ. തൃശൂർ കണ്ണാറ സ്വദേശി അനിൽ CPയുടെ കൈവശമാണ് മറഡോണ സമ്മാനിച്ച ഫുട്ബോളും ബൂട്ട്സും എല്ലാം ഉള്ളത്. ജ്വല്ലറി ഉദ്ഘാടനത്തിനായി മറഡോണ ദുബായിലെത്തിയപ്പോഴാണ് അനിലിന് ഇവ സമ്മാനമായി നൽകുന്നത്. മറഡോണയുടെ കയ്യൊപ്പുള്ള ഫുട്ബോൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൂട്ട്സ്, തൃശൂർ കണ്ണാറ സ്വദേശി അനിലിന്റെ കൈവശമുള്ളത് ഏത് കായിക പ്രേമിയെയും മോഹിപ്പിക്കുന്ന അമൂല്യ ശേഖരമാണ്. ഫുട്ബോളിനും ബൂട്ട്സിനും പുറമെ മറഡോണ 3 വർഷം ഉപയോഗിച്ച വൈറ്റ് ഗോൾഡിന്റെ ചെയിനും അനിലിന്റെ ശേഖരത്തിലുണ്ട്. ഫുട്ബോൾ ലെജൻഡ് ഡീഗോ മറഡോണ 3 വർഷത്തോളം ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ അണിഞ്ഞ ആ വൈറ്റ് ഗോൾഡിൻ്റെ ചെയിൻ എൻ്റെ ഷോക്കേഴ്സിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും ഞാനതെടുത്ത് നോക്കി. സത്യം പറഞ്ഞാൽ അതിലേക്ക് നോക്കുമ്പോൾ എന്താ പറയുക, ആൾ നമ്മൾ ആ സീനൊക്കെ കാണുമ്പോൾ ഒരു ഉള്ളിൽ നിന്നൊരു വിഷമാണ് പറഞ്ഞത്. ഇപ്പോഴും ആൾ മരിച്ചുപോയി എന്നുള്ള ഒരു നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹം തന്നെ ഡയറക്റ്റായിട്ട് സൈൻ ചെയ്തു തന്ന ഫുട്ബോളും എൻ്റെ കയ്യിലുണ്ട്. ദുബായിൽ വെച്ച് ബോബി ചമ്മണൂർ ഗ്രൂപ്പിന്റെ ഷോറൂം ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് മാർക്കറ്റിംഗ് GM ആയ അനിലിന് മറഡോണ ഫുട്ബോളും ബൂട്ട്സും ചെയിനുമെല്ലാം സമ്മാനിക്കുന്നത്. മറഡോണയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഏതൊരു ആരാധകനെയും പോലെ അനിലും ദുഃഖിതനാണ്. എങ്കിലും തന്റെ കൈവശമുള്ള അമൂല്യ ശേഖരങ്ങൾ നിറം മങ്ങാതെ കാത്തുസൂക്ഷിക്കുകയാണ് ഈ ആരാധകൻ. റിപ്പോർട്ടർ, തൃശൂർ. പ്രധാന വാർത്തകൾ. ASI അധിക്ഷേപിച്ച സംഭവത്തിൽ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് സുദേവൻ. മകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത് കടുത്ത മനോവിഷമമുണ്ടാക്കി. സുദേവൻ മോശമായി പെരുമാറിയതിനാലാണ് ASI ദേഷ്യപ്പെട്ടതെന്ന് പോലീസിന്റെ വിശദീകരണം. സംഭവത്തിൽ DIG ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി കടത്തിണ്ണയിലേക്ക് പാഞ്ഞു കയറി ഒരു മരണം. മരിച്ചത് പത്രവിതരണക്കാരനായ തൊടിയൂർ സ്വദേശി യൂസഫ് കുഞ്ഞ്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. പാലക്കാട് പുതുച്ചേരി പഞ്ചായത്തിൽ 7ാം വാർഡിൽ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി ആദിവാസി യുവാവ്. സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ പലതും ഊരിലെത്തിയില്ല. കൂട്ടത്തിൽ നിന്നും ഒരാൾ മെമ്പറായാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ആദിവാസി വിഭാഗം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഡിസംബർ 1 മുതൽ വെർച്വൽ ക്യൂ വഴി ദിവസവും 4000 പേർക്ക് ദർശനം നടത്താൻ അനുവാദം നൽകി ദേവസ്വം ഭരണസമിതി. 4 അമ്പലത്തിലേക്കും പ്രവേശനം അനുവദിക്കും. ദിവസവും 100 വിവാഹങ്ങൾ നടത്തും. മൂവാറ്റുപുഴ നഗരസഭയുടെ 14ാം വാർഡിൽ UDFന് 2 സ്ഥാനാർത്ഥികൾ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ വത്സല പൗലോസും കോൺഗ്രസിന്റെ ജോയ് മേരി ആന്റണിയും നേർക്കുനേർ മത്സരിക്കും. ഇതോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.